മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് രണ്ട് മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി മൈക്കിൾ, ചിറയൻകീഴ് സ്വദേശി ജോസഫ് എന്നിവരാണ് മരിച്ചതെന്നാണ് ഏറ്റവും പുതിയ വിവരം പുറത്തുവിടുന്നത്. വള്ളത്തിൽ ഉണ്ടായിരുന്ന രണ്ടുപേർ രക്ഷപ്പെട്ടു എന്നും വിവരം പുറത്തുവിടുന്നുണ്ട്. വി അരുണ് ചേരുകയാണ്. അരുണ്, എന്താണ് സംഭവിച്ചത്? സ്ഥിരം അപകട മേഖലയാണല്ലോ ഇവിടം. രഞ്ജിത്ത്, 5 പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. അഞ്ചുതെങ്ങ് സ്വദേശി അനുവിന്റെ ഉടമസ്ഥയുള്ള കർമ്മലമാത എന്ന ചെറിയ വള്ളമാണ് ഇന്ന് 7 മണിയോടുകൂടി മറിഞ്ഞത്. ഇതിൽ രണ്ടുപേരെ ആദ്യം രക്ഷപ്പെടുത്തിയിരുന്നു. രക്ഷപ്പെടുത്തിയ ഒരാളാണ് ആദ്യം മരിച്ചത്. അദ്ദേഹത്തെ രക്ഷപ്പെട്ട കരയിലേക്ക് വന്നത് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അദ്ദേഹം ആദ്യം തന്നെ മൈക്കിൾ, ആദ്യം 65 വയസ്സുണ്ട്. അദ്ദേഹം ആദ്യം തന്നെ ആശുപത്രിയിലേക്ക് പോകും വഴി മരിച്ചിരുന്നു. മറ്റ് 3 പേരെ കാണാതായി. അതിൽ 2 പേർ പിന്നീട് മറ്റൊരു വള്ളത്തിൽ കയറി രക്ഷപ്പെട്ടു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഒരാളെ കൂടി മരിച്ചതിനെ കണ്ടെത്തുകയും ചെയ്തു. ജോസഫ്, 43 വയസ്സുള്ള ആളാണ്. ചിറയൻകീഴ് കടകം സ്വദേശിയാണ് ജോസഫ്. അങ്ങനെ മൈക്കിൾ, ജോസഫ് 2 പേർ മരിച്ചു. മറ്റു 3 പേരെ രക്ഷപ്പെടുത്താനായി അനു, സുജിത്ത് എന്നിവരാണ് മറ്റൊരു വള്ളത്തിൽ കയറി രക്ഷപ്പെട്ടത്. ഏതായാലും സൂചിപ്പിച്ചതുപോലെ നിരന്തരം അപകട മേഖലയാണ് മുതലപ്പുഴി. അപകടരഹിതമാക്കാൻ വലിയ പദ്ധതികളൊക്കെ സംസ്ഥാന കേന്ദ്ര സർക്കാർ സംയുക്തമായി ഒരു വലിയ പദ്ധതി കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്തു. പക്ഷേ നമുക്കറിയാം, ഈ കാലവർഷം കൂടിയാണ്. ശക്തമായ തിരമാലയുണ്ട്. ശക്തമായി ക്ഷോഭിച്ച സമയം കൂടിയാണ്. അപ്പോഴാണ് അപകടമുണ്ടായ വിഷയങ്ങളൊക്കെ വി അരുണാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു എന്നുള്ള വളരെ സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വലിയ തോതിലുള്ള തിരമാലകളിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു. മുതലപ്പുഴയിൽ വീണ്ടും അപകട തുരുത്തായി മാറുന്ന പശ്ചാത്തലമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വളരെ ഭീതിജനകമായ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അനുഭവം